നമസ്കാരം. ഫൈറ്റർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവനന്തപുരം ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത ട്രാവൽ ട്രേഡ് എക്സ്പോ ആയ ഗ്ലോബൽ ട്രാവൽ മാർക്കറ്റിന്റെ രണ്ടാം പതിപ്പിന്റെ ഭാഗമായുള്ള B2B മീറ്റ് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്തു. ടൂറിസത്തെ വ്യവസായവുമായി പ്രഖ്യാപിക്കുകയെന്ന ഏറെക്കാലമായുള്ള ആവശ്യം സർക്കാർ പരിഗണിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ ടൂറിസത്തിന് നിർണായകമായ സ്ഥാനമാണുള്ളത്. സംസ്ഥാനത്തിന്റെ GDP-യുടെ 10 മുതൽ 12% സംഭാവന ചെയ്യുന്നത് ടൂറിസം മേഖലയാണ്. ലിഷർ ടൂറിസത്തിലെ ഏഷ്യയിലെ പ്രധാന ഡെസ്റ്റിനേഷനായി കേരളം മാറിയിട്ടുണ്ട്. ദക്ഷിണ കേരളത്തിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ടൂർ ഓപ്പറേറ്റർമാർക്ക് GTM അവസരമൊരുക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. GTM പോലെയുള്ള പരിപാടികൾ ദക്ഷിണേന്ത്യയിലെ ടൂറിസം വ്യവസായത്തിന്റെ വളർച്ചയെ പോഷിപ്പിക്കുമെന്ന് മുഖ്യ അതിഥിയായ ആന്ധ്രാപ്രദേശ് ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി കന്തുല ദുർഗേഷ് അഭിപ്രായപ്പെട്ടു. ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലെ വർധനവ് കേരളത്തിലെയും ആന്ധ്രയിലെയും ടൂറിസം വ്യവസായത്തിന് കരുത്താണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ചടങ്ങിൽ വിൻസെന്റ് MLA അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേറ്റതിന് ശേഷം ടൂറിസം മേഖലയിലെ പ്രമുഖന്മാരും പങ്കാളികളും ഉദ്യോഗസ്ഥരും ഒത്തുചേരുന്ന ആദ്യത്തെ സമ്മേളനമാണിത്. ജൂൺ 5 വരെ നടക്കുന്ന GTM 2026-ൽ 1000-ൽ-അധികം വിദേശ ആഭ്യന്തര ബയേഴ്സിനും 300-ലധികം കോർപ്പറേറ്റ് ബയേഴ്സിനും പങ്കെടുക്കുന്നുണ്ട്. സൗത്ത് കേരള ഹോട്ടലിയേഴ്സ് ഫോറം, ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, തവസ് വെഞ്ചേഴ്സ്, മെട്രോമാർട്ട് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കേരള ടൂറിസത്തിന്റെയും ഇന്ത്യ ടൂറിസത്തിന്റെയും സഹകരണത്തോടെയാണ് GTM 2026 സംഘടിപ്പിക്കുന്നത്. ഉത്തരവാദിത്ത ടൂറിസം മേഖലയിൽ കേരളം വലിയ നേട്ടങ്ങളാണ് കൈവരിച്ചിട്ടുള്ളതെന്നും ഇനിയും ഏറെ സാധ്യതകളാണ് സംസ്ഥാനത്തിനുള്ളതെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ കേന്ദ്ര ടൂറിസം അഡീഷണൽ സെക്രട്ടറിയും ഡയറക്ടർ ജനറലുമായ സുമൻ ബില്ല അഭിപ്രായപ്പെട്ടു. ടൂറിസം മേഖലയിൽ സംസ്ഥാനങ്ങളോടല്ല കേരളം മത്സരിക്കുന്നത്. ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളായ വിയറ്റ്നാം, തായ്ലാന്റ്, ഇന്തോനേഷ്യ എന്നിവയാണ് പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി ആഗോള സ്വീകാര്യതയുള്ള പുതിയ ടൂറിസം ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാൻ കേരളത്തിനാകണം. ഇതിലൂടെ മേഖലയിൽ കൂടുതൽ വളർച്ച കൈവരിക്കാൻ സംസ്ഥാനത്തിനിടയാകും. GTM പോലെയുള്ള സംരംഭകർ ടൂറിസം വ്യവസായ വളർച്ചയ്ക്ക് കരുത്ത് പകരുമെന്നും ടൂറിസം പങ്കാളികൾക്ക് പുതിയ അവസരങ്ങൾ ഒരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹോട്ടലുകൾ, റിസോർട്ടുകൾ, ടൂറിസം സംഘടനകൾ, എയർലൈനുകൾ, ട്രാവൽ ഏജന്റുമാർ, ടൂർ ഓപ്പറേറ്റർമാർ, കേരള ടെക് ഇന്നോവേറ്റർമാർ തുടങ്ങിയ 200-ലധികം സ്റ്റാളുകളും ട്രാവൽ ടൂറിസം മേഖലയിൽ ആഭ്യന്തര അന്തർദേശീയ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും പ്രദർശനവും എക്സ്പോയിൽ ഉണ്ടായിരിക്കും. ഇന്നും നാളെയുമായിട്ടാണ് B2B സെക്ഷനുകൾ നടക്കുക. എക്സ്പോയിലേക്ക് നാളെ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കും.